ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറീൻ്റെയും തോട്ടങ്ങൾ മുഴുവനും ഉണ്ട്. അപ്പം നമുക്ക് അത് കാണാൻ പോകാമോ? അപ്പം ഇതാണ് നമ്മളുടെ മാംഗോസ്റ്റിൻ. അപ്പം നമുക്ക് അതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ റംബൂട്ടാൻ്റെ ചെടികൾ. ഇത് കുറേ മാസം കഴിയുമ്പോൾ നമ്മളിത് പൊട്ടിച്ച് റംബൂട്ടാൻ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇനി നമുക്ക് വേറെ പോയാലോ? കമോ. അപ്പം ഇതാണ് നമ്മളുടെ ഞാവൽപ്പഴം. നമുക്കിനി അടുത്തേലും ഉണ്ട് കേട്ടോ വേറെ. അപ്പം ഇതാണ് നമ്മുടെ പച്ചക്കറി. ഇതാണ് ചേന. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ചേന ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ പേരയ്ക്കേൻ്റെ, ഇത് മാങ്ങേൻ്റെ. ഇനി നമ്മൾ പച്ചക്കറിയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ അപ്പം ഇതാണ് നമ്മുടെ ചേമ്പ് കേട്ടോ. രണ്ട് സ്ഥലത്തുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പയറ്. അന്നൊക്കെ ഞങ്ങൾ ഇത് കുറേ പറിച്ചായിരുന്നു. അപ്പം ഇത് ഇവിടെ ഇപ്പം അത് കാരണം ഇവിടെ ഇച്ചിരി പയറുകൾ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പം ചിലതിലൊക്കെ പുഴം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ പറ്റിയ വെജിറ്റബിൾസാ ഇതൊക്കെ. അപ്പം ഇതിൽ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കണില്ല, ചാണകം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കെമിക്കല് നമ്മൾ ഇതിലിട്ട് കൊടുക്കണില്ല, ചാണകം മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഇതാണ് നമ്മുടെ കുമ്പളങ്ങേൻ്റെ ഇല. ഇവിടെ കുറേ മുള്ളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോവയ്ക്കേൻ്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ട് സോറി ഗൈസ്, അത് കോവയ്ക്കല്ല പാവയ്ക്കാണ് കേട്ടോ. നമുക്ക് പാവയ്ക്ക കാണാൻ പോവാം. ഇവിടെ മുഴുവനും പാട് പിടിച്ചിരിക്കുക. പാവയ്ക്ക് നമ്മൾ കുറേ പറിച്ചാർത്തു കേട്ടോ. ഇപ്പം ഇച്ചിരി പാവയ്ക്കകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ തപ്പി നോക്കുമ്പോൾ കാണാമായിരിക്കും. അപ്പം നമ്മളിത് കാന്താരി മുളകാണ് കേട്ടോ, കുഞ്ഞുമുളകാ. അപ്പം എനിക്ക് ചമ്മന്തിയും പിന്നെ കറിയൊക്കെ വയ്ക്കാനുള്ള മുളകുകളാ, വലിയ മുളകുകളായ അവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് കാണിക്കാം. സോറി ഗൈസ്, ഇവിടെ മുളകില്ലാതെ ഞാൻ നോക്കിയപ്പോൾ മുളകൊന്നും ഉണ്ടാവില്ല. അതെ ഗൈസ്, അപ്പം എൻ്റെ വീട്ടിൽ എന്താണ് ഇവിടെ ചാമ്പക്കകൾ വളർന്നിങ്ങനെ വരാൻ കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഇത് പറിച്ച് എന്നും തിന്നുമ്പോൾ ചില തണുപ്പുള്ള ദിവസമൊക്കെ ഇതിൽ പുഴയൊക്കെ ഉണ്ടാവും. ചൂടുള്ള ദിവസമാണെങ്കിൽ പുഴ ഒന്നും ഉണ്ടാവില്ല. ചൂട് എൻ്റെ വീഡിയോ ചാനലിന് ഇതാണ് നമ്മുടെ ആന്ധ്രാച്ചക്കേൻ്റെ ഇലകൾ മുഴുവനും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ ചെല്ലാം. എൻ്റെ മാങ്ങ കണ്ടു. എൻ്റെ വീട്ടിൽ മുഴുവൻ മാങ്ങകൾ പഴുത്ത് വരാന്ന്. ചപ്പിക്കുടിയ മാങ്ങയൊന്നല്ല കേട്ടോ. ഇതിങ്ങനെ ചെത്തി തിന്നതും പിന്നെ ജ്യൂസ് അടിക്കാനൊക്കെ പറ്റുന്നതാണ്. ഈ ചില മാങ്ങകൾ പഴുത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയൊക്കെ തിന്നാം, ഒക്കെയാ ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.